ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഇടയിലേക്ക് ഒരു ഓണക്കാലവും കൂടി വന്നെത്തുകയാണ്. ഓണവും ഓണക്കാലവും മലയാളിക്ക് ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മകളാണ്. എന്നാൽ മലയാള നാടുവിട്ട് ദൂരദേശങ്ങളിൽ അതിജീവനം കണ്ടെത്തുന്ന ഇന്നത്തെ മലയാളിയുടെ ഓണം സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളിലെ വാൾ പോസ്റ്റുകളും മെസ്സേജുകളുമൊക്കെയായി മാറിക്കഴിഞ്ഞു. ഓണമെന്നല്ല, ഏതൊരാഘോഷത്തിലെയും അവിഭാജ്യ ഘടകമായ സോഷ്യൽ മീഡിയകളിൽ ഒന്നാം സ്ഥാനം ഫേസ്ബുക്കിനാണ്. ഉപാധികളില്ലാത്ത ആശയവിനിമയ സ്വാതന്ത്ര്യമാണ് ഫേസ്ബുക്കിനെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഓണക്കാലത്തെ ഏവരുടെയും ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ സമ്പന്നമാക്കുന്നത് ഓണം വാൾ പോസ്റ്റുകളാണ്. മലയാളിയുടെ പോയകാല ഓണസ്മരണകളാണ് ഇന്നത്തെ ഫേസ്ബുക്ക് വാൾ പോസ്റ്റുകൾ. ഓണ സന്ദേശങ്ങളും ആശംസകളും മാത്രമല്ല, ഓണപ്പൂക്കളത്തിൻ്റെയും തുമ്പപ്പൂവിൻ്റെയും ഓണക്കളിയുടെയും എന്നുവേണ്ട കൊതിയൂറും ഓണവിഭവങ്ങളുടെയും ഓണസദ്യയുടെയുമെല്ലാം വൈവിധ്യമാർന്ന ചിത്രങ്ങളാണ് ഓണാശംസകൾ നേർന്നുകൊണ്ട് ഫേസ്ബുക്കിൽ പ്രചരിക്കുന്നത്. ഇവയ്ക്ക് പുറമെ ഹാസ്യവും സർഗാത്മകതയും ഇടകലർത്തി ഒരുക്കിയ ഓണം ഗ്രീറ്റിംഗ്സ് കാർഡുകളും ഫേസ്ബുക്കിൽ ശ്രദ്ധയാകർഷിക്കുന്നു. ഓണത്തിൻ്റെ ഐതിഹ്യം മുതൽ ഓണക്കാലത്തെ നാട്ടുവിശേഷങ്ങൾ വരെ പങ്കുവെക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഓണം ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും ഓണക്കാലത്ത് സജീവമാണ്. ഓണം മലയാളിയുടെ ഗൃഹാതുരത്വം, ഓണം ദി സെലിബ്രേഷൻ ഓഫ് വിമൻഹുഡ്, ഇങ്ങനെ പോകുന്ന ഓണം ഗ്രൂപ്പുകൾ മലയാളിയുടെ കഴിഞ്ഞകാല ഓണങ്ങളിലേക്ക് ഒരു മടക്കയാത്രയാണ്. ഇവയിൽ എടുത്തു പറയേണ്ടത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെയും വിവിധ ചുണ്ടൻ വള്ളങ്ങളുടെയും പേരിൽ ഫേസ്ബുക്കിൽ രൂപം കൊടുത്തിട്ടുള്ള ഗ്രൂപ്പുകളെ കുറിച്ചാണ്. ഫേസ്ബുക്ക് അംഗങ്ങളുടെ ഫോട്ടോ അപ്ലോഡുകളും ശ്രദ്ധേയമാണ്. തങ്ങൾ പങ്കാളികളായ വിവിധ ഓണാഘോഷ പരിപാടികളുടെ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്തും ഷെയർ ചെയ്തുമാണ് ഒരു വിഭാഗത്തിൻ്റെ ഓണാഘോഷം. ഓണക്കാല വീഡിയോ ചിത്രങ്ങൾക്കും ഫേസ്ബുക്കിൽ ഒരിടമുണ്ട്. മാവേലിയും വാമനനും മുതൽ ഓണവിശേഷങ്ങളും ഓണവിഭവങ്ങളുടെ പാചകം വരെ ഫേസ്ബുക്ക് വീരകഥകളായി മാറുന്നു. നഷ്ടബോധമാണ് ഗൃഹാതുരമായ ഓർമ്മകളെ സമൃദ്ധമാക്കുന്നത്. അതിനാൽ തന്നെ ഓണം ഇന്ന് ഓർമ്മകളിലെങ്കിലും കാത്തുസൂക്ഷിക്കുന്ന പ്രവാസികൾക്കും സോഷ്യൽ മീഡിയ ചങ്ങാതികൂട്ടങ്ങൾക്കും ഫേസ്ബുക്ക് മരുഭൂമിയിലെ ഒരു മരപ്പച്ചയായി തന്നെ മാറുകയാണ്.